ഹായ് ഫ്രണ്ട്സ്, രേഷ്മയാണേ. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തീയൽ, വറുത്തരച്ചിട്ടുള്ള കിഴങ്ങും സവോളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുള്ളൊരു തീയൽ. അതിനാവശ്യമായിട്ടുള്ള സാധനം നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടായതുകൊണ്ട് നമ്മൾ തേങ്ങ പാനിലിട്ട് വറക്കുക. നമ്മളിപ്പോൾ ഏത് കറിക്കായാലും തേങ്ങ വറക്കാൻ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് 1-2-3 കഷ്ണം കൊച്ചുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആ തേങ്ങയുടെ കൂട്ടത്തിൽ മൂപ്പിച്ചെടുക്കാന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണമാണ്, ഒരു പ്രത്യേക രുചിയുമാണ്. നമ്മളിന്ന് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അതായത് നമ്മുടെ ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ മൂപ്പിക്കുക. എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ തേങ്ങയിലെ വെള്ളം പറ്റി വരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക. അത് നല്ലതുപോലെ മൂത്ത് അങ്ങനെ ഒരു പരുവത്തിലെടുക്കുന്ന കറിയാണ് നല്ല ഒരു നമുക്ക് തിന്നാലും പിന്നെയും നമുക്ക് ചോറ് കഴിക്കാൻ തോന്നുന്നത്. ഈ ഒരു കളറിലാവുന്ന വരെ നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ജ്യേഷ്ഠാനുജത്തിമാരായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇവർ ചേരാത്ത കറികളില്ലല്ലോ, നമുക്ക് ഇവരിലേക്ക് നമുക്ക് ഈ പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഞാനിവിടെ അളവൊന്നും പറയുന്നില്ല. എരിയും ഒക്കെ ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് നമുക്ക് മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഓരോ കറികളുടെ കൊഴുപ്പിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കാം. അത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ചേർക്കാൻ, അല്ലെങ്കിൽ തേങ്ങ നല്ലതുപോലെ മൂത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഈ പൊടികൾ അങ്ങോട്ട് ഇട്ട് ആ തീയും ചൂട് കൊണ്ട് പെട്ടെന്ന് പൊടി കരിയും. അപ്പോൾ നമ്മളത് കൊണ്ട് തീ നന്നായിട്ട് സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് ചേർത്ത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറാൻ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏത് തീയിൽ വെച്ചാലും അതിന് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാറുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യുക. ആ വെളിച്ചെണ്ണയൊക്കെ അതിലേക്കൊന്ന് പിടിക്കത്തക്ക രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ടത് അടച്ച് വെച്ച് വേവിക്കുക. നമുക്ക് അടച്ച് വെച്ച് വേവിക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ തേങ്ങ അവിടെ തണുക്കും. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മിക്സ് പൊടിയെല്ലാം വറുത്ത് വെച്ചിരിക്കുന്നത് തണുക്കും. അത് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ. അരയ്ക്കുന്ന നേരത്ത് നമ്മൾ കുറച്ച് പുളിയും കൂടി ചേർക്കണം കേട്ടോ. ഇതാണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെയുള്ള മിക്സ് ഈ ഒരു പരുവത്തിൽ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരച്ചെടുത്ത് നമ്മുടെ അരപ്പത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ശകലം പുളിയും കൂടി ചേർക്കണേ, എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ പുളി ഇടുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരയ്ക്കാൻ. മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരുംജീരകം കൂടെ ചേർക്കാം. ഞാനിവിടെ മസാല ചേർത്തിട്ടില്ല. മസാല ചേർക്കാതെ ഞാൻ തീയിൽ വെക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് എന്നിട്ട് നമ്മൾ പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. ആവശ്യത്തിന് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ണങ്ങൾ വാടിയിട്ടേ ഉള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് വേവാനുള്ള വെള്ളം വെക്കണം. അടപ്പൊക്കെ തുറന്നൊക്കെ നോക്ക്, നമ്മുടെ കറി തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ല ചോറ് കഴിക്കാൻ നല്ല രീതിയിലുള്ള ഒരു പരുവത്തിലായി നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. ഞാനിങ്ങനെ എന്ത് കറി വെച്ചാലും ഇങ്ങനെ അടുപ്പൊഴിഞ്ഞ് കളയാറുണ്ട് കേട്ടോ. ഇവിടെ അമ്മ പറയും ഇങ്ങനെ അടുപ്പൊഴിഞ്ഞ് കളയണമെന്ന്. നമ്മൾ ഈ തീയൽ ഇനിയിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാമെങ്കിൽ നമ്മുടെ വയറ് നിറയുന്നേ അറിയത്തില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.